ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൈര് വടയുടെ റെസിപ്പി ആയിട്ടാണ്. തൈര് വട കഴിച്ചിട്ടുള്ളവർക്ക് അതെന്തായാലും ഇഷ്ടമായിരിക്കും അല്ലേ. തമിഴ്നാട് വെജ് ഹോട്ടലിലൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ കിട്ടുന്നത്, പക്ഷേ കിട്ടാത്ത സ്ഥലങ്ങളും കാണും. അപ്പോൾ കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. തയ്യാറാക്കി എടുക്കാനും എളുപ്പമാണ്, കുട്ടികൾക്കും വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 250 ml ആണ്. ഇത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 4 മുതൽ 5 മണിക്കൂർ വരെ നന്നായിട്ട് കുതിർത്തിയെടുക്കണം. ഞാനിപ്പോൾ നേരത്തെ വെള്ളം ഒഴിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ടൊന്ന് വയ്ക്കുകയാണ്, ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി കുറഞ്ഞ തൈര് വേണം തൈര് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ആദ്യം ഒന്ന് കലക്കി നോക്കാം, എന്നിട്ട് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. മോര് പോലെ ആയി പോകാനും പാടില്ല, കുറച്ച് തിക്നെസ് വേണം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, ഏതെണ്ണ എടുത്താലും കുഴപ്പമില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങണം. 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചത്, 1 തണ്ട് കറിവേപ്പില. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരച്ചെടുക്കില്ലേ, അതേ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ആദ്യം നമുക്ക് ഇതിലുള്ള വെള്ളം മാറ്റി വയ്ക്കാം, എന്നിട്ട് ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ചായിട്ടിട്ട് ചെറിയ ജാറിൽ അരച്ചെടുത്താലും മതി. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നില്ലെങ്കിലും അത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഉണ്ടാക്കാൻ നേരത്ത് പുറമേ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്കിതിലോട്ട് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1-2 ഒക്കെ ചേർക്കാം കേട്ടോ. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് വേണമെങ്കിൽ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ കുരുമുളക് അതിൽ കിടന്നാൽ അവർക്ക് കഴിക്കുമ്പോൾ എരിവായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം കുരുമുളക് ചേർക്കാത്തത്. കലക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചെറിയ പാത്രം എടുത്താൽ അധികം എണ്ണ വേസ്റ്റായി പോവില്ല. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കൈ ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ മുക്കുക. അതിന് ശേഷം മാവ് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് വട പോലെ വലുതാക്കിയല്ല ഉണ്ടാക്കാൻ, ചെറുതാക്കി ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഒട്ടിച്ചേരാതെ ദൂരെ ഇട്ട് കൊടുക്കുക കേട്ടോ. തീ കൂട്ടിയിടരുത്, അകമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. താഴെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. ഇതാ ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ അടുത്തതും ഇട്ടിട്ട് വറുത്തെടുക്കാം. ഉഴുന്ന് വട പോലെ തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് വട തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ വടകൾ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലോട്ടിട്ട് വയ്ക്കണം. ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്, നല്ല ചൂടല്ല. നല്ല ചൂടുവെള്ളത്തിലോട്ട് വട ഇട്ട് കൊടുക്കരുത്, അത് പൊട്ടിപ്പോവും. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂട് മാറാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിന് ശേഷം
അതിനുശേഷം ഒന്ന് കൈ മുക്കാവുന്ന ചൂടാവുമ്പോൾ നമുക്ക് വട ഇട്ട് കൊടുക്കാം. പച്ചവെള്ളത്തിലോട്ട് വട എടുത്തിടരുത്, അസുഖമൊക്കെ വരും. വട ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. അതിനുശേഷം ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ എടുത്തിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുക. അപ്പോൾ വെള്ളം പോവും. വട പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇനി നമുക്ക് തൈര് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് എടുക്കുക. അതിനുശേഷം വടയുടെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ബൂന്തി ഇട്ട് കൊടുക്കാം. ബൂന്തിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തൈര് വട റെഡി ആയിട്ടുണ്ട്. ഇത് വിളമ്പാൻ നേരത്ത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം തൈര് മുകളിൽ ഒഴിക്കുന്നതാണ് നല്ലത്. നേരത്തെ വെള്ളത്തിലിട്ട് തൈരൊക്കെ മുകളിൽ ഒഴിച്ചിരുന്നാൽ വട കുതിർന്നു പോവും. അപ്പോൾ കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. സ്പൂൺ കൊണ്ട് മുറിച്ചതിന് ശേഷം തൈരും കൂടെ കോരിയിട്ട് ഒന്നിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. കുറച്ച് മധുരവും എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.